രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയമുണ്ടായി 1957. തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകവും കേരളത്തിൽ മുസ്ലിം ലീഗും. ഇ വി രാമസ്വാമി നായ്ക്കരുടെ ദ്രാവിഡ കഴകത്തിൽ നിന്ന് പിരിഞ്ഞു വന്നാണ് DMK ഉണ്ടായത്. CN അണ്ണാദുരൈ 1949 തന്നെ പാർട്ടിക്ക് രൂപം കൊടുത്തിരുന്നു. പക്ഷേ 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ DMK പങ്കെടുത്തിരുന്നില്ല. DMKയുടെ നയങ്ങൾ അംഗീകരിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. 1957 രണ്ടാം തിരഞ്ഞെടുപ്പിൽ DMK രംഗത്തിറങ്ങുക തന്നെ ചെയ്തു. കാര്യമായും നിയമസഭയിലേക്കാണ് ആ തെരഞ്ഞെടുപ്പിൽ DMK കണ്ണുവെച്ചത്. 15 MLA-മാരെ ജയിപ്പിക്കാനായി. പാർലമെൻറ്റിലേക്ക് അംഗങ്ങളെയൊന്നും അയക്കാൻ സാധിച്ചില്ലെങ്കിലും എതിരാളികളെ അസ്വസ്ഥമാക്കിക്കൊണ്ട് DMK തമിഴ്നാട്ടിലാകെ വേരാഴ്ത്തുകയായിരുന്നു. സംസ്ഥാനം മുഴുവൻ ചെറു പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചും സൈക്കിൾ ഷോപ്പുകളും ബാർബർ ഷോപ്പുകളും പാർട്ടി കേന്ദ്രങ്ങളാക്കി മാറ്റിയും DMK വളരെ വേഗം വളർന്നു. സിനിമയും നാടകവും ഫലപ്രദമായി പ്രചാരണത്തിന് ഉപയോഗിച്ചു. മൂന്നാം തിരഞ്ഞെടുപ്പിൽ, അതായത് 1962 50 MLA-മാരുണ്ടായി. പക്ഷേ സ്വന്തം മണ്ഡലമായ കാഞ്ചീപുരത്ത് അന്ന് അണ്ണാദുരൈയെ കോൺഗ്രസ് തോൽപ്പിച്ചു. അത് മറ്റൊരു തരത്തിൽ DMKയ്ക്കും അണ്ണാദുരൈക്കും നേട്ടമായി മാറി. അദ്ദേഹം രാജ്യസഭയിലെത്തി. തമിഴ് വികാരങ്ങൾ അവിടെ വിശദീകരിച്ചു. 1960-കൾ തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കാലമാണ്. DMK കത്തിനിന്ന കാലം. റെയിൽവേ സ്റ്റേഷനിലെ ഹിന്ദി ബോർഡുകളിൽ താറ് തേച്ചുകൊണ്ടും മറ്റും 50കളുടെ അവസാനത്തോടെ ആരംഭിച്ച പ്രക്ഷോഭം 60കളിൽ ആളിക്കത്തി. 1965 റിപ്പബ്ലിക് ദിനം DMK വിലാപ ദിനമായി ആചരിച്ചു. ഭരണഘടന കത്തിച്ചു. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വലിയൊരു നേതൃനിര വളർന്നു വന്നിരുന്നു. കരുണാനിധി, കണ്ണദാസൻ, നെടുഞ്ചെഴിയൻ, EVK സമ്പത്ത്, അങ്ങനെ ശക്തമായൊരു നേതൃനിര. ഏറെ താമസിയാതെ 1967 തമിഴ്നാടിൻ്റെ ഭരണം DMK പിടിച്ചു. അതോടെ ആ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ യുഗം അവസാനിച്ചു.